ഇനി സംഭവിക്കാൻ പോകുന്നത് മഹ്ശറയാണ്. മഹ്ശറ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. അതിന്റെ മേലക്ക് നല്ലാതെ താഴത്തേക്കില്ല. ഈ 50,000 കൊല്ലം എന്താ പണി? ഒരു പണിയില്ല, ഹിസാബൊന്നുമില്ല, വെറുതെ നിൽക്കുക. ചെമ്പിന്റെ തറ മരുഭൂമി, സൂര്യൻ വളരെ അടുത്ത്, അതിശക്തമായ താപം, മനുഷ്യൻ എരിപൊരി കൊള്ളുന്നു. 50,000 കൊല്ലം ഒന്നും നടക്കുന്നില്ല, വെറുതെ ഇങ്ങനെ നിൽക്കന്നെ. 50,000 കൊല്ലം കഴിയുമ്പോ ഒരു ചർച്ചയുണ്ടാവും. എന്താ ചർച്ച? നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ. അതാ ചർച്ച. എന്താ ഇപ്പൊ ഈ നൃത്തം, ഒരു അറ്റം ചെല്ലോ, നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ എന്ന ചർച്ച നടക്കും. ചർച്ചക്കൊടുവിൽ തീരുമാനമാകും നമുക്ക് പോകാം. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ആദ്യം പോണത് ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക്. ഉലുൽ അസ്മുകളെ മാത്രമാണ് സമീപിക്കുക എന്ന് മറ്റൊരു അഭിപ്രായം ഉണ്ട്. ഏതായാലും ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക് പോകും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എന്നിട്ട് പറയും, വല്ലിപ്പാ ഞങ്ങളാകെ ഇടങ്ങാറായിട്ടുണ്ട്, സ്വർഗത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലായാ മതിയായിരുന്നു എന്നാണ് പറയാ. നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറയോ നരകത്തേക്കായാലും വേണ്ടില്ലാന്ന്? ഇല്ല, ഞാനും പറയില്ല, നിങ്ങളും പറയില്ല, നമ്മളാരും പറയില്ല. കാരണം നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ എന്താ അങ്ങനെ പറയണത്? അതിനൊരു കാരണമുണ്ട്. ഈ പറയാൻ പോണയിലേ അബൂജഹലുണ്ട്, ലഅനത്തുല്ലാഹി, നമ്രൂദ് ഉണ്ട്, ഈ പറയാൻ പോണയില് ഖാറൂനുണ്ട്. അതുകൊണ്ടാ പറയണത്. ആദം നബി അലൈഹി സ്വലാം പറയും, കുട്ടികളെ എന്നെ കൊണ്ടൊരു വയ്യില്ല, നിങ്ങൾ വേറെ എവിടെയും പോയിക്കോളി. അങ്ങനെ പോകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം. അവസാനം ചൊല്ലുന്നു, അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് പറയോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ അവിടുന്ന് വരും. അർശിന്റെ താഴ്ഭാഗത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കും. ആ സുജൂദിനൊടുവിൽ പറയപ്പെടും, മുഹമ്മദേ തല ഉയർത്തു, എന്താവശ്യമുണ്ടെങ്കിലും തരാമല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറയും, നിന്റെ ഉമ്മത്തുകളെ അല്ലാഹുവേ ഒന്ന് വിചാരണക്കെടുത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനമാകണം. അങ്ങനെ ഹിസാബ് തുടങ്ങും. തുടങ്ങിയപ്പോഴാ തീരാ? തുടങ്ങിയേക്ക് തന്നെ തീരും. അതിന് തോന്നെ സമയമൊന്നും വേണ്ട. കാരണം അള്ളയാണ് നോക്കണത്. നമ്മളെ വിചാരം ഉണ്ടാവും തുടങ്ങിയാൽ പിന്നെ വരി ഇങ്ങനെ നിർത്തിയിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വിളിക്കും, സൈനുദ്ദീനൊക്കെ പെട്ടതന്നെ ലാസ്റ്റ് ആയിക്കാറ് എന്നൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒപ്പം നോക്കും. തുടങ്ങാൻ മുഹമ്മദ് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ മഹ്ശറ? മുഹമ്മദ് നബിയെ സമ്മതിപ്പിക്കാൻ, അല്ലാതെ ഒന്നിനുമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബി വിചാരിച്ചാലേ അല്ലെങ്കിൽ ഞമ്മക്കറിയില്ലേ ഇത് ആദം നബിനെ കൊണ്ട് നടക്കൂലാന്ന്, നൂഹ് നബിനെ കൊണ്ട് നടക്കൂലാന്ന്, ഇബ്രാഹിം നബിനെ കൊണ്ട് നടക്കൂലാന്ന്. എന്നാ പിന്നെ ആദ്യം തന്നെ മുഹമ്മദ് നബിയുടെ അടുത്തേക്കാണ് പോയാ പോരെ? പോകൂല. ഇവിടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട്. വന്നിട്ട് അവസാനം എത്തുമ്പോ മനസ്സിലാകും നടക്കൂല. മുഹമ്മദ് നബി വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപ്രമാദിത്വത്തെ സമ്മതിപ്പിക്കുന്നതിനാണ് മഹ്ശറ. അതാണ് സമ്മതിച്ചാൽ ഹിസാബാണ് തുടങ്ങും. സമ്മതിക്കുന്നത് വരെ തുടങ്ങൂല. എന്തിനാ മഹ്ശറ? മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഹമ്മദ് നബിക്കാണ്. സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അഷ്റഫുൽ അംബിയാ മാത്രമല്ല, അഷ്റഫുൽ ബഷർ മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് കൂടിയാണ്. അഷ്റഫുൽ അംബിയാ എന്ന് പറഞ്ഞാൽ അംബിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നാണ്. അത് മാത്രമല്ല നബി തങ്ങൾ. അഷ്റഫുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഏറ്റവും പ്രത്യേകമായ ആള് എന്നാണ്. അതാണ്. പക്ഷെ അത് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച എല്ലാറ്റിനേക്കാളും മാസിവൽ ബാരി തആല അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനേക്കാൾ ബാക്കി എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തെക്കാളും കഅബയേക്കാളും സ്വർഗ്ഗത്തെക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയാൻ കാരണം? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മൂത്രമൊഴിക്കാനും വുളൂ ചെയ്യാനും തഹജ്ജുദ് നിസ്കരിക്കാനും വേണ്ടി എഴുന്നേറ്റ് വെള്ളത്തിനായി പുറത്തിറങ്ങി. അപ്പോൾ ഒരാളുണ്ട് പുറത്തിങ്ങനെ നിൽക്കണം. നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ വായംകുടുമ്പിലുണ്ട് ഒരാൾ പെരുമാറ്റം. വായംകുടുമ്പിൽ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? അവിടെ ആൾക്കുണ്ട്. അപ്പൊ ആരാ അതെന്ന് ചോദിച്ചു. അതിന് മുമ്പ് വന്നു, അബൂദറാണ് റളിയല്ലാഹു അൻഹു. മുമ്പ് വന്നു, ഞാനാണ് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ചോദിച്ചു, എന്താ ഇവിടെ ചോദിച്ചു. രാത്രി നബി തങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്താണ്. അതിൽ പറഞ്ഞു, നബിയെ നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി മലമൂത്ര വിസർജനത്തിനോ വുളൂ ചെയ്യാനോ പുറത്തിറങ്ങിയാൽ
നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അബൂദർറേ, നീ എല്ലാ ദിവസവും ഇങ്ങനെ വന്നു നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കലുണ്ട്, പക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങലില്ല, ഞാൻ എന്താട്ടാ എന്ന്. എന്നാ വെള്ളം കൊണ്ടുവരാറുന്നു. അങ്ങനെ വെള്ളം കൊടുന്നു, മൂത്രമൊഴിച്ചു, ഒതുണ്ടാക്കി. അതിന്റെ ശേഷം ചോദിച്ചു, അബൂദർറേ, നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, എന്താ വരക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടത് സ്വർഗത്തിലെ നിങ്ങളുടെ കൂട്ടുകാരനാകാനാണ്. സ്വർഗമല്ല, കൂട്ടുകാരനാണ് ഹൈലൈറ്റ്. അസ്അലുക്കൽ ജന്ന എന്നല്ല, സ്വർഗത്തെ അല്ല ചോദിക്കുന്നത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് പറഞ്ഞാൽ മുറാഫഖത്താണ് ചോദിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കൂട്ടുകാരനാവണം എന്നതാണ് ചോദ്യം. അതാണ് പറഞ്ഞത്, സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? അവരൊക്കെ ഗൈറൻ യാ അബൂദർ. ശരിക്കും നാടൻ മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയാല്, അബൂദർറെ, ദേശം കുറഞ്ഞത് എന്തെങ്കിലും ചോദിച്ചൂടെ, ഇമാതിരി ചോദ്യമൊക്കെ ചോദിച്ചാല് എന്ന്. അതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അവലൊക്കെ ഗൈറൻ യാ അബൂദർ, അബൂദർറെ, ദേശം താത്തി കുറച്ച് കുറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറക്കാനൊന്നും നിർവാഹമില്ല, എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു. അതായത് ഇവിടെ നോക്കിക്കോളി നിങ്ങൾ, സുജൂദ് അധികരിപ്പിച്ചാൽ കിട്ടുന്നല്ല പറഞ്ഞത്, ഞാൻ വാങ്ങിത്തരാം, സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കണം. അധികരിപ്പിച്ചിട്ടില്ലെങ്കിലും എന്ത് വാങ്ങിത്തരും? മുറാഫഖത്തിനെ വാങ്ങിത്തരും. ആൾക്കാർ പറഞ്ഞു എന്താ വെച്ചാൽ മൂപ്പർക്ക് സുജൂദ് ഇതുകൊണ്ട് കിട്ടിയതാണ് എന്ന് തോന്നുന്നു. അങ്ങനെയല്ല, സുജൂദ് മൂപ്പര് ചെയ്യും, അത് വേറെ കാര്യം. സംഗതി ഞാൻ വാങ്ങിത്തരാം, നീ എനിക്കൊരു സഹായം ചെയ്യണം, സുജൂദിനെ അധികരിപ്പിക്കുക എന്ന സഹായം ചെയ്യണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ്, ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാവില്ല. ഖുർആൻ മുഹമ്മദ് നബിയിലേക്ക് അവതീർണമായതാണ്. തൗറാത്ത് മൂസാ നബിക്ക് ഒന്നിച്ചും കൊടുത്തതാണ്, ഒന്നിച്ചാണ് കൊടുത്തു. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ ഒന്നിച്ചാണ് കൊടുത്തതാണ്. സബൂർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഒന്നിച്ചാണ് കൊടുത്തതാണ്, കൊണ്ടേക്കോളി അറിഞ്ഞു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഒന്നായിട്ടാണ് കൊടുത്തില്ല. എന്താ കാര്യം? ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തൗറാത്ത് അംഗീകരിച്ചിട്ട് മൂസാ നബിനെ അംഗീകരിക്കാം, ഖുർആൻ അംഗീകരിച്ചിട്ട് മുഹമ്മദ് നബിനെ അംഗീകരിക്കലുണ്ടാവില്ല. മുഹമ്മദ് നബിനെ അംഗീകരിച്ചിട്ട് ഖുർആൻ അംഗീകരിക്കലേ ഉണ്ടാവുള്ളൂ. ഖുർആനിൽ ആർക്കാ സംശയം? മുഹമ്മദ് നബിനെ അംഗീകരിക്കാത്തവർക്ക് ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്കും ഉണ്ടാവില്ല. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഖുർആനിലെ സംശയമല്ലത്, മുഹമ്മദ് നബിയിലെ സംശയമാണ് അടിസ്ഥാനം. ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഖുർആന്റെ വിശദീകരണം അങ്ങനെ തന്നെയാണ്, മുഹമ്മദ് നബി വിശദീകരിച്ചാലേ ശരിയാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ വിശദീകരണത്തിന് കാത്തുക്കാത്ത ആൾക്കാർക്കൊക്കെ തെറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും തെറ്റിക്കണം. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സംഗതി പറ്റി. എന്താ പറ്റിയെന്നറിയോ? സൂറത്തു റൂമിൽ അല്ലാഹു തആല റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒലിബത്തി റൂം എന്ന് പറയാണ്, റോമ ഏറ്റവും മേലെ വരും, പേർഷ്യയെ പരാജയപ്പെടുത്തി റോമ സാമ്രാജ്യം വിജയിക്കും ഫീ ബിളഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു. കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാല് 2 കൊല്ലാവാം 3 കൊല്ലാവാം, സാധാരണഗതിയിൽ 2നും പറയാം 3നും പറയാം. അങ്ങനെ ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് ഒരു തർക്കം നടത്തി, ഖുർആനിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം. ആ സംസാരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 വർഷത്തിനിടയിൽ റോമ സാമ്രാജ്യം പേർഷ്യയെ കീഴടക്കും, റോമ ഏറ്റവും മേലെയായി ഉന്നതാധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. ഉമയ്യത്ത് ബിനു ഖലഫുമായി, ഖുറൈശികളുടെ നേതാവായിരുന്നു ഉമയ്യത്ത് എന്ന് പറയുന്നത്. ഉമയ്യത്ത് ബിനു ഖലഫുമായിട്ടാണ് തർക്കം. ഉമയ്യത്ത് പറഞ്ഞു നടക്കൂലാർന്നു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് നടക്കൂല. അങ്ങനെ അവസാനം ഓല് പന്തയം വെച്ചു. അന്ന് പന്തയം ഹലാലാണ്, പിൽക്കാലത്താണ് ഹറാമായത്. 10 ഒട്ടകങ്ങൾക്കാണ് പന്തയം. 3 കൊല്ലം കൊണ്ട് റോമ സാമ്രാജ്യം വിജയിച്ചാൽ 10 ഒട്ടകം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം, വിജയിച്ചില്ലെങ്കിൽ 10 ഒട്ടകം ഉമയ്യത്ത് ബിനു ഖലഫിന് കൊടുക്കും. അങ്ങനെ തീരുമാനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ഉമയ്യത്തിനോട് ഒരു വർത്താനം ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു.
റോമാ സാമ്രാജ്യം 3 കൊല്ലത്തിനിടയിൽ വിജയിക്കും എന്ന് പറഞ്ഞാണ്ട് 10 ഒട്ടകത്തിന് ഞാൻ പന്തയം വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അത് പറ്റിച്ചുട്ട 10 ഒട്ടകം പോയേ കൂട്ടിക്കോ പറഞ്ഞു. 10 ഒട്ടകം പോയേ കൂട്ടിക്കോളി പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ബിളഅസിനീൻ എന്നതിന് 9 വരെ ആകാവുന്നതാണ് എന്ന് പറഞ്ഞു. ബിളഅ് എന്ന് പറഞ്ഞാൽ സാധാരണ 3 ഉണ്ടാവുള്ളൂ. പക്ഷേ അത് വേറുള്ളവർ വിശദീകരിച്ചിട്ട് കാര്യമില്ല, മുഹമ്മദ് നബി എന്നെ വിശദീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബിളഅസിനീൻ എന്ന് പറഞ്ഞാൽ 9 വരെ ആകാം സിദ്ദീഖേ, തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ കാട്ടുകയെന്ന് വെച്ചു. ഞാൻ ഒരു പണി പറഞ്ഞുതരാറ്. ഈ അവിടെ തന്നെ ചെന്നുങ്ങാണ്ട് 3 എന്നുള്ളത് 9 ആക്കി തരണം എന്ന് പറഞ്ഞാൽ 10 ഒട്ടകത്തിന് പക്ഷേ പകരം 100 ഒട്ടകം തരാമെന്ന് പറഞ്ഞാറ്. 10 ഒട്ടകം എന്നുള്ളതിന് പകരം 100 ഒട്ടകം എന്നാക്കിയാൽ മതി. കൊല്ലം 3 എന്നുള്ളത് 9ലേക്ക് നീട്ടിപ്പിടിച്ചായിരുന്നു. അങ്ങനെ ചെന്നു ഉമയ്യത്ത് ബിൻ ഖലഫിനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊല്ലം 3 ഉള്ളത് ഒരു 9 ആക്കി തരണം, ഒട്ടകം 10 ഉള്ളത് നമുക്ക് 100 ആക്കാറുണ്ട്. എല്ലാവരും അറിഞ്ഞ പന്തയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കുടുംബം മൊത്തം അറിയും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മൊത്തം അറിയും സംഭവം. എങ്ങനെയാണ് സംഗതി എന്നുള്ളത്. അങ്ങനെ ഏതായാലും 10 ഒട്ടകം ഉള്ളത് 100 ഒട്ടകാവാൻ വേണ്ടി പോകല്ലേ. 9 കൊല്ലല്ലേ പറഞ്ഞത്. അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് 9 കൊല്ലല്ല 9000 കൊല്ലം കഴിഞ്ഞാലും റോമാ സാമ്രാജ്യം മുകളിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഓൻ വേഗം സമ്മതിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ പാസ്സായി. കുറച്ച് കഴിഞ്ഞു ഉമയ്യത്ത് ബിൻ ഖലഫ് മരണപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നു. 9 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് റോമാ സാമ്രാജ്യം വിജയിച്ചു. റോമാ സാമ്രാജ്യം വിജയിച്ച സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കുടുംബം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ വല്ലിപ്പാന്റെ ആ പന്തയുണ്ടായിരുന്നു 100 ഒട്ടകം, ഞങ്ങൾ തോറ്റിട്ടുണ്ട്, 100 ഒട്ടകം കൊടുത്തിട്ട് എടുത്തോളിയാറുണ്ട്. ഒരു 100 ഒട്ടകം കൊണ്ടേ കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ 100 ഒട്ടകത്തെ വാങ്ങി സംഭാവന നൽകി സ്വതക്ക കൊടുത്തു എന്നാണ് താരീഖിലുള്ളത്. ഇത് പറയാൻ കാരണം ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാകുന്നു. ഖുർആന്റെ വിശദീകരണം പറയേണ്ടതും മുഹമ്മദ്. അല്ലെങ്കിലും അല്ലാഹു തആല ഖുർആൻ നമുക്ക് തന്നിട്ടില്ല. ഖുർആൻ മുഹമ്മദ് നബിക്കാണ് കൊടുത്തത് എന്ന് അൽ കഹ്ഫിലുണ്ട്. വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫ് ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകാശം എന്നത് ഈമാന്റെ സിംബലാണ്. നൂറ് എന്നത് ഈമാന്റെ സിംബലാണ്. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അവൻ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടെ മാത്രമേ മരിക്കുകയുള്ളൂ എന്നർത്ഥം. ഈമാന്റെ സിംബലാണ് പ്രകാശം എന്നത്. എന്താ പറഞ്ഞു? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതികളും. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്. അൻസല അലാ അബ്ദിഹി, അവൻ അവന്റെ ഒരു അടിമയുടെ മേൽ ഇറക്കിയിരിക്കുന്നു. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. തോനാളുണ്ടെങ്കിൽ ഇബാദ് എന്നാണ് പറയുക എന്ന് വിസിറ്റിംഗ് വിസക്ക് പോയവർക്ക് വരെ തിരിയും. അതിന് വിസ ഒന്നും വേണ്ട. വിസിറ്റിംഗ് വിസക്ക് പോയാൽ തന്നെ അറിയാം അബ്ദ് എന്നാൽ ഒരാളും ഇബാദ് എന്നാലേ തോനാളുള്ളൂ. അലാ അബ്ദിഹി എന്നാണ് ഒരടിമ കൊടുത്തതാണ്. ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ നമുക്ക് തന്നതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് തന്നതാണ്. അല്ലാഹു ഞമ്മക്ക് നിസ്കാരം തന്നിട്ടില്ല, അല്ലാഹു തആല നമുക്ക് നോൽബും തന്നിട്ടില്ല. അല്ലാഹു ഞമ്മക്ക് മുഹമ്മദ് നബിനെയാണ് തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാളും മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാമെന്നാണ്. മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാൻ പറ്റും. എന്താ കാരണം? നബി തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതിനേക്കാൾ മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ എന്ന് തോരുന്നു. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും, മക്കയേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാം എന്ന് മനസ്സിലാവും. മുഹമ്മദ് നബിയോടുള്ള ബന്ധാണ് മുഅ്മിനിന്റെ വിജയം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം തന്നെ. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് വിശേഷിപ്പിച്ചു. ആരാ അബൂ ഉബൈദ എന്നറിയങ്ങള്? നബി തങ്ങളുടെ കവിളിൽ അമ്പ് തറച്ചു, മോത്ത് അമ്പ് തറച്ചു. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ അമ്പ് കടിച്ചുങ്ങാണ്ട് പല്ലുകൊണ്ട് എടുത്തപ്പോ മൂപ്പരെ പല്ലുകൊണ്ട് പോന്നു. ഒന്ന് രണ്ടാമത്തവും കടിച്ചുങ്ങാണ്ട് എടുത്തപ്പോ രണ്ടാമത്തെ പല്ലുകൊണ്ട് പോന്നു. ആ മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തനാകുന്നു എന്ന് പറഞ്ഞു. അമീൻ എന്ന് പറഞ്ഞാൽ അമീനുൽ ആം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്നാണ്. അമീൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്നാണ്. അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് ഈ ഉമ്മത്തിന്റെ സെക്രട്ടറിയാണ്.
ജോർഡാനിലാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്. വളരെ പ്രൊട്ടക്റ്റഡ് ആയ ഒരു ഏരിയയിൽ, വളരെ സുരക്ഷിതമായ ഒരു ഏരിയയിലാണ്. ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടേ, വളരെ പ്രൊട്ടക്റ്റഡ് ആയ ഏരിയയിലാണ് സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്, ഈ ഉമ്മത്തിന്റെ ജനറൽ സെക്രട്ടറി. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 38 ആളുകളാണ് അന്ന് ആകെ ഇസ്ലാമിലുള്ളത്. അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് വന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് ദീനിന്റെ കാര്യം പരസ്യമായിട്ട് പറയല്ലേ എന്ന് ചോദിച്ചു. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആളാണ് സിദ്ദീഖുൽ അക്ബർ. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. സ്ത്രീകൾക്കിടയിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മോൾ മുത്തുനബിയുടെ ഭാര്യ സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ആദ്യം നബി തങ്ങൾ സമ്മതിച്ചില്ല, അവസാനം നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു. അങ്ങനെ കഅബയുടെ അടുത്ത് ഒരു സമ്മേളനം വിളിച്ചു. സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സമ്മേളനം എന്ന് വിചാരിക്കേണ്ട, അന്നത്തെ അനുയോജ്യമായ ഒരു യോഗം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചവിട്ടി കുത്തി അടിച്ചു. താരീഖിൽ പറയേണ്ട മൂക്ക് ചപ്പണവരടിച്ചു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീണു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു. അന്ന് കുടുംബത്തിന് വലിയ സെറ്റപ്പ് ഉണ്ടാവും, ഓരോ ഓടി വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിന്ന് എടുത്തുങ്ങാണ്ട് വീട്ടിൽ കൊണ്ടുപോയി കടത്തി. ഇനി ബാക്കിയാവൂലെന്ന് ഉറപ്പായപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഇതിൽ സിദ്ദീഖ് ബാക്കിയായില്ലെങ്കിൽ ആ തച്ചത് ഉത്തുബത്തായിരുന്നു, ഉത്തുബത്തിനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് തീരുമാനിച്ചു. ഓല് കഅബന്റെ അടുത്ത് വന്നിട്ട് കഅബന്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഈ അടിയിൽ അബൂബക്കർ സിദ്ദീഖ് ബാക്കിയായില്ലെങ്കിൽ ഉത്തുബത്തിനെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് പ്രഖ്യാപിച്ചു. അതിനത്ര വലിയ അടിയ കിട്ടിയത്. അങ്ങനെ ബല് വീട്ടിൽ ഇങ്ങനെ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനോട്, ഉമ്മുൽ ഖൈർ എന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ പേര്, ഉമ്മുൽ ഖൈർ. ചിലപ്പോൾ നമുക്ക് തോന്നലുണ്ട് ഈ നല്ല പേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അല്ല, എനിക്കിതിങ്ങനെ വായിച്ചപ്പോൾ തോന്നിയതാണത്. നമുക്കിങ്ങനെ ഇടക്ക് തോന്നുമല്ലോ, ഈ നല്ല പേരുകളൊക്കെ മനുഷ്യന്മാർ ഇട്ട് കഴിഞ്ഞല്ല റബ്ബേ എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ പേര് ഉമ്മുൽ ഖൈർ എന്നായിരുന്നു. ഉമ്മുൽ ഖൈറിനോട് പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു, മോനെ ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബിയുടെ വിവരം അറിയാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന ആളെ. കുടുംബക്കാർക്ക് ദേഷ്യം വന്നു, ഒരിട്ടുങ്ങാണ്ട് പോയി. ഒരു വരക്ക് പോയി, നിങ്ങളെന്താ വെച്ചാൽ കാട്ടിക്കോളി പറഞ്ഞാണ്ട് പോയി. ഉമ്മ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്തു നോക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം അറിഞ്ഞാലല്ലാതെ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ, ഈ നട്ടപ്പാതിരക്ക് ഞാൻ എവിടുന്ന് വിവരം അറിയാനാ? അതിൽ പറഞ്ഞു, ഖത്താബിന്റെ മകളുടെ അടുക്കൽ പോയാ മതി എന്നാ വിവരം അറിയാന്ന് പറഞ്ഞു. ഉമർ ഖത്താബിന്റെ പെങ്ങള്, അതാണ് ഖത്താബിന്റെ മകൾ എന്ന് പറയുന്നത്. ഖത്താബിന്റെ മോളെടുത്ത് പോയാൽ മതി എന്നാ വിവരം അറിയാറുണ്ട്. അങ്ങനെ രാത്രി ഉമ്മ പുറത്തിറങ്ങി ഖത്താബിന്റെ മകളുടെ അടുക്കിലേക്ക് പോയി. മോളെത്തി എന്നിട്ട് ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണ് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു. എന്താ വെച്ചാൽ അന്നത് പറയാൻ പറ്റിയൊരു സാഹചര്യമില്ല, അതുകൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞത്. അതിൽ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടിയോടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദിന്റെ വിവരം അറിഞ്ഞാലേ കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താ വിവരച്ചാ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിൽ മുപ്പത്തിയേര് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളെ പെരേക്കൊന്ന് വരാറുണ്ട്. സമ്മതമാണ് പറഞ്ഞു. അങ്ങനെ കൂട്ടിങ്ങാണ്ട് വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നപ്പോ മാനവറുകൾ ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുപ്പത്തിയേര് പറഞ്ഞു, ഉമ്മ കേൾക്കുന്നുണ്ട് പറഞ്ഞു. അതിൽ മുപ്പര് പറഞ്ഞു, കുഴപ്പമില്ല വെച്ച് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അർക്കമിന്റെ വീട്ടിൽ വളരെ സുരക്ഷിതനായി നബി തങ്ങൾ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാറുൽ അർക്കമിൽ നബി തങ്ങൾ വളരെ സുരക്ഷിതനാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്ലേറ്റ് മാറ്റി. എന്താ പ്ലേറ്റ്? ഇനി ആ മുഹമ്മദ് നബിനെ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാക്കി. ആദ്യം വിവരം അറിഞ്ഞാലേ കഴിക്കുള്ളൂ എന്നായിരുന്നു. മരിക്കാൻ കിടക്കുന്ന ആളത്.